വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ലിസ മൈമ്പോട്ടുണ്ട്. മനു കൊച്ചൻ്റെ ഫംഗ്ഷൻ വെളുത്തു കൊച്ച്. നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നവരാണല്ലേ. പണ്ടുകാലത്തൊക്കെ നമ്മൾ ചെറുപ്പത്തിൽ നമ്മുടെ വീട്ടിൽ സന്ധ്യ ആയി കഴിയുമ്പോൾ സന്ധ്യാനാമം ചൊല്ലുമായിരുന്നു. അയൽവക്കത്തെ വീട്ടിൽ നിന്ന് ചൊല്ലുന്ന സന്ധ്യാനാമം നമ്മുടെ വീട്ടിൽ കേട്ട് കഴിയുമ്പോൾ നമ്മളും അതനുസരിച്ച് നമ്മുടെ വീട്ടിലും പെട്ടെന്ന് തന്നെ സന്ധ്യാനാമോ പ്രാർത്ഥനയോ ഒക്കെ ചൊല്ലുമായിരുന്നു. പക്ഷെ വന്ന് കാലം മാറിക്കഴിഞ്ഞ് ജീവിതശൈലികളൊക്കെ മാറിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും പ്രാർത്ഥനകൾ തന്നെ എല്ലാവരും മറന്നുപോയി. പിന്നെ അങ്ങനെയൊക്കെയോ എന്തൊക്കെയോ ചെയ്ത അമ്പലത്തിലും പള്ളിയിലൊക്കെ നമ്മൾ പോകും. അതും വന്ന് ഇപ്പോൾ രാവിലെ ഒന്ന് കുളിക്കുക പോലും ചെയ്യാതെ അമ്പലത്തിലൊക്കെ പോകുന്നവർ പോലും ഉണ്ട്, പള്ളിയിലൊക്കെ പോകുന്നവർ പോലും ഉണ്ട്. എങ്ങനെ പോയാലും എങ്ങനെ പ്രാർത്ഥിച്ചാലും എത്ര നമ്മൾ ശ്രമിച്ചാലും നമ്മുടെ ഒരു കാര്യം സാധിക്കുന്നില്ല, നടക്കുന്നില്ല. നമ്മൾ അതിനെക്കുറിച്ച് പരിദേവനം പറയും. പിന്നീട് നമ്മൾ പ്രാർത്ഥന അല്ലെ പള്ളി അമ്പലം എന്ന് കേട്ട് കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു ഇഷ്ടമില്ലായ്മ തോന്നുകയും നമ്മളത് അങ്ങനത്തെ ഒരു അവിടെയൊക്കെ ഇരുന്നിട്ടുണ്ടെങ്കിൽ അവിടെയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒന്നും ഒരു കാര്യം നടക്കുകയില്ല എന്നുള്ളൊരു രൂഢമൂലമായ വിശ്വാസം നമ്മുടെ ഉള്ളിൽ കയറിപ്പറ്റുകയും ചെയ്യും. പക്ഷെ നമുക്ക് ശരിക്കും പ്രാർത്ഥന എങ്ങനെയാണ് വേണ്ടതെന്നുള്ളത് നമുക്ക് അറിയത്തില്ലാത്തതുകൊണ്ടാണ്. ചെറുപ്പത്തിൽ എൻ്റെ നാട്ടിലെ എൻ്റെ വീടിനടുത്തൊരു എൻ്റെ അമ്മച്ചിയുടെ ഒരു കൂട്ടുകാരി ഉണ്ടായിരുന്നു കേട്ടോ. കാർത്തികേയമ്മ എന്നാണ് ഒരു പേര്. അവർ സന്ധ്യ ആയി കഴിയുമ്പോഴത്തേക്കും അവരുടെ വീട്ടിൽ നിന്ന് നാമം ചൊല്ലും. അപ്പം നാമം ചെല്ലുമ്പം രാമനാമം ജപിക്കും. അപ്പോൾ ഈ നാമം ചെല്ലുമ്പോഴത്തേക്കും ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഓടി അമ്മച്ചിയുടെ അടുത്ത് പോയിരിക്കും, കാർത്തികേയമ്മയുടെ അടുത്ത് പോയിരിക്കും. അപ്പോൾ എൻ്റെ അമ്മച്ചി എന്നോട് ചോദിക്കും, പ്രാർത്ഥന ചൊല്ലേണ്ട സമയമാകുമ്പോഴത്തേക്കും എങ്ങോട്ടാണ് ഓടിപ്പോകും ചോദിക്കും. അപ്പം ഞാൻ പറയും ഇപ്പോൾ വരാമെന്നും പറഞ്ഞ് ഞാൻ ഓടും. അവിടെ ചെന്ന് അമ്മച്ചിയുടെ അടുത്ത് പോയിട്ട് ഞാൻ ഈണത്തിൽ ഞാൻ അവരുടെ കൂടി ഇരുന്നിട്ട് ഈ രാമനാമം ഇങ്ങനെ പാടുമായിരുന്നു. രാമ 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 ഭാഗ്യമാം രാമപാദം ചേരണേ മുകുന്ദ രാമ ഭാഗ്യമാം. ഇങ്ങനെ ഈ പാട്ട് ഞാൻ അവിടെ ഇരുന്ന് അവരുടെ കൂടെ പാടി എനിക്കത് കാണാപ്പാടാകുമായിരുന്നു. അതിനുശേഷം ഞാൻ ഓടി വന്ന് എൻ്റെ വീട്ടിലേക്ക് വന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. നിഷ്കളങ്കമായി പ്രാർത്ഥിക്കുന്നതുകൊണ്ട് നമ്മളൊന്ന് പ്രാർത്ഥിക്കുമ്പോഴത്തേക്കും ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് നേടിക്കിട്ടുമായിരുന്നു. പിന്നീട് വളർന്നൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്കൊന്നും ടൈമില്ലാതായി, പ്രാർത്ഥിക്കാൻ നേരമില്ലാതായി. പിന്നീട് നമുക്ക് പ്രാർത്ഥിച്ച ഒരു കാര്യം നമ്മൾ ആഗ്രഹിച്ചു പ്രാർത്ഥിച്ചു നമുക്കത് കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മുടെ ഒന്നും പ്രാർത്ഥന ദൈവം കേൾക്കൂല, എന്തിനാ പോകുന്നല്ലോ, ടൈമില്ല, ഇങ്ങനെയുള്ള ചിന്തകളിലേക്കൊക്കെ വന്നു. പക്ഷെ ശരിക്കും നമുക്ക് പ്രാർത്ഥനയുടെ മനഃശാസ്ത്രം നമുക്ക് അറിയാമെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമുക്ക് കിട്ടിയിരിക്കും. നമ്മൾ ശബരിമലയിലൊക്കെ പോകുമ്പോൾ നമ്മൾ കണ്ടില്ലേ ഈ തത്വമസി എന്ന് എഴുതി വെച്ചിരിക്കുന്നത്, അതായത് നിന്നിലാണ് ദൈവം ഇരിക്കുന്നത്, നിൻ്റെ ഉള്ളിലാണ് ദൈവം. നമ്മളൊരു പഴയ സിനിമാ പാട്ടും കേട്ടിട്ടില്ലേ, ഈശ്വരനെ തേടി ഞാൻ നടന്നു, കടലുകൾ കടന്നൊക്കെ ഞാൻ നടന്നു, പുഴകളും കിളികളും എല്ലാം പറഞ്ഞ് എവിടെ ഈശ്വരനെ കണ്ടില്ല. അവസാനം നമ്മിലേക്ക് തന്നെ നമ്മൾ തിരിഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മുടെ ഹൃദയത്തിലാണ്, നമ്മുടെ ഉള്ളിലാണ് ദൈവം ഇരിക്കുന്നത് എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിലാണ് ദൈവം. നമ്മൾ ജനിക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ ദൈവത്തിൻ്റെ ഒരു അംശം, അതായത് ആത്മാവ് നമ്മളിലേക്ക് സന്നിവേശിപ്പിക്കപ്പെടുന്നുണ്ട്. അതാണ് ശരിക്കും ദൈവം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഈ അമ്പലത്തിലോ പള്ളിയിലൊക്കെ പോയി കഴിഞ്ഞ് അവിടെ എന്തെങ്കിലും ബിംബങ്ങൾ കാണും, രൂപങ്ങളോ ബിംബങ്ങളൊക്കെ കാണും. ബിംബം എന്ന് പറഞ്ഞാൽ ബിംബിപ്പിക്കുന്നത്, പ്രതിഫലിപ്പിക്കുന്നത്. അപ്പം നമ്മൾ അതിലേക്ക് നോക്കി നമ്മൾ പ്രാർത്ഥിക്കുമ്പം നമ്മുടെ ഉള്ളിലുള്ള ദൈവം നമ്മൾ കണ്ണാടിയിൽ നോക്കിയാൽ എങ്ങനെയാണ് നമ്മുടെ മുഖത്ത് നമ്മളെ പ്രതിബിംബിച്ച് കാണിക്കൂലേ എന്ന് പറയുന്ന പോലെ തന്നെ നമ്മുടെ ഉള്ളിലുള്ള ദൈവം നമ്മൾ നമ്മുടെ മുമ്പിലിരിക്കുന്ന ബിംബത്തിലേക്ക് നോക്കി നമ്മുടെ ചിന്തകളും നമ്മുടെ മനസ്സും ഏകാഗ്രമാക്കി അതിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ദൈവത്തെ നമുക്ക് ആ ബിംബത്തിൽ നമ്മൾ പ്രതിഫലിപ്പിച്ച് കാണും. അപ്പം നമ്മുടെ ഉള്ളിലേക്ക് ആ ബിംബത്തിലേക്ക് നോക്കി നമ്മൾ എന്താണോ പറയുന്നത്, നമ്മൾ സങ്കടമാണ് പറയുന്നതെങ്കിൽ ആ സങ്കടം തിരികെ നമ്മുടെ ഉള്ളിലേക്ക് തന്നെ കയറും. നമ്മൾ റിപ്പീറ്റ് ചെയ്ത് ആവർത്തിച്ച് കൊടുക്കുന്നത് നമ്മുടെ ബോധ മനസ്സിൽ കൂടി, നമ്മുടെ കണ്ണിൽ കൂടിയും ചെവിയിൽ കൂടിയും കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് അത് ബോധ മനസ്സിലൂടെ കടന്ന് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ അത് സ്റ്റോറാകും. അത് നമ്മൾ സങ്കടമാണ് കൊടുക്കുന്നത്. നമ്മൾ പ്രാർത്ഥിച്ചിട്ട് പറയുകയാണ്, അയ്യോ എനിക്ക് ഭയങ്കര കഷ്ടപ്പാടാണ്, എനിക്ക് വീട് വയ്ക്കാൻ പറ്റുന്നില്ല, എത്ര കഷ്ടപ്പാടും വീട് വയ്ക്കാൻ പറ്റുന്നില്ല. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ വളർത്തിക്കൊണ്ട് ഒന്ന് രണ്ട് പശുക്കൾ എനിക്കുണ്ടായിരുന്നു, അതെല്ലാം ചത്തുപോയി, ഒന്ന് രണ്ടെണ്ണം ചത്തുപോയി, ജീവിക്കാൻ ഭയങ്കര നിവൃത്തിയില്ല, ഒരെണ്ണം മാത്രമേ ഉള്ളെന്ന് പറയും. പിറ്റേ ദിവസം നോക്കുമ്പോൾ ആ ഒരെണ്ണം കൂടി ചത്തുപോകും.
കാരണം നമ്മൾ പറയുന്നത്, നമ്മൾ പ്രതിഫലിപ്പിക്കുന്നത് എന്നതാ, നമ്മൾ നെഗറ്റീവുകളാണ് ഇതിനുവേണ്ടി പ്രതിഫലിപ്പിക്കുന്നത്. നമ്മൾ നമ്മുടെ ഉള്ളിലുള്ള പോസിറ്റീവാണ് ആ ബിംബത്തിലേക്ക് നോക്കി, ആ പ്രതിരൂപത്തിലേക്ക് നോക്കിയിട്ട് നമ്മൾ പ്രതിഫലിപ്പിക്കുന്നെങ്കിൽ അത് തന്നെ തിരികെ നമ്മളിലേക്കും വരും. അപ്പം നമ്മൾ അമ്പലത്തിലോ പള്ളിയിലൊക്കെ പോയിട്ട് നമ്മൾ ഈ നമുക്കാകെ ദാരിദ്ര്യവും കഷ്ടപ്പാടും ദുഃഖമൊക്കെയാണ്. നമ്മൾ ഈ പള്ളിയിൽ അമ്പലത്തിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് അവിടെ ദേവീനെ ഒരുക്കി ഒരു 100 പവനൊക്കെ ഇട്ട് ദേവീനെ വളരെ ഒരുക്കി മനോഹരമാക്കി നിർത്തി കാണും. നമ്മളത് ചെന്ന് കണ്ടു കഴിയുമ്പോഴത്തേക്ക് നമ്മളവിടെ കാണുന്നതിന് ആ പ്രഷ്യസ്നെസ്, ആ ഒരു അബണ്ടൻസ്, ആ ഒരു സമൃദ്ധിയാണ് നമ്മുടെ കണ്ണുകൾ കാണുന്നത്. അപ്പം നമുക്കത് കണ്ടു കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു ശാന്തതയും സന്തോഷവും സമാധാനവും ഒക്കെ തോന്നും. എന്ന് പറയും പോലെ തന്നെ നമ്മൾ പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ആ നെഗറ്റീവിനെ നമ്മൾ പുറത്തേക്ക് നമ്മൾ പ്രാർത്ഥിക്കുന്ന ദൈവത്തിലേക്ക് കൊടുക്കാതെ ദൈവത്തോട് നമ്മൾ നന്ദി പറയണം. ദൈവം, നീ എനിക്ക് തന്നതിനെല്ലാം നന്ദി, നീ എനിക്ക് തരാൻ പോകുന്നതിനും നന്ദി, നീ എനിക്ക് തന്നുകൊണ്ടിരിക്കുന്നതിനും നന്ദി, എല്ലാത്തിനും നന്ദി പറഞ്ഞ് എനിക്ക് ഇന്ന ആവശ്യമുണ്ട്, അതുകൊണ്ട് നീ എനിക്ക് ചെയ്തു തരുന്നത് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു, അതിനായി നിനക്ക് ഞാൻ നന്ദി പറയുന്നു എന്നും പറഞ്ഞ് നമ്മുടെ ഹൃദയത്തിൽ തൊട്ട് നമ്മുടെ ആ ഒരു നമ്മുടെ ആ ഇമോഷൻ ഉണ്ടല്ലോ, അത് നമ്മുടെ ഹൃദയം തൊട്ടുള്ളൊരു ഇമോഷൻ ആണെങ്കിൽ തീർച്ചയായിട്ടും സബ് കോൺഷ്യസ് മൈൻഡ് അത് കേൾക്കും. നമ്മുടെ ഈ സബ് കോൺഷ്യസ് മൈൻഡിനെയാണ് നമ്മുടെ സോള്, നമ്മുടെ ആത്മാവ്, നമ്മൾ ദൈവം എന്നൊക്കെ നമ്മൾ പറയും. നമുക്ക് ദൈവത്തിൻ്റെ ഒരു അംശമാണ്. അതാണ് പറയുന്നത്, ദൈവം മനുഷ്യനിൽ കുടികൊള്ളുന്നു എന്ന് പറയും. ദൈവത്തിൻ്റെ അംശമാണത്. നമ്മൾ എന്താണോ അങ്ങോട്ടേക്ക് കൊടുക്കുന്നത് അത് തന്നെയാണ് നമുക്ക് തിരിച്ചു കിട്ടുന്നത്. അപ്പോൾ ഇന്നുമ്പോൾ നമ്മൾ എപ്പോഴെങ്കിലും പള്ളിയിലോ അമ്പലത്തിലോ ഒക്കെ പോയി കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഹാപ്പിയായിട്ട് വേണം നമ്മുടെ ആവശ്യങ്ങൾ ദൈവത്തോട് പറയാൻ. നമ്മുടെ വേദനയോ സങ്കടമോ സന്തോഷമോ ഒന്നും അവിടെ ചെന്ന് പറയരുത്. വളരെ ഹാപ്പിയായിട്ട് നീ എനിക്ക് ചെയ്ത് തന്നതിന് നന്ദി ദൈവമേ, ഇനി എനിക്ക് ചെയ്ത് തരാൻ പോകുന്നതിന് നന്ദി ദൈവമെന്നും പറഞ്ഞിട്ട് നമ്മൾ പോകണം. അങ്ങനെയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. അതുകൊണ്ടാണ് നമ്മൾ എത്ര കാലം പ്രാർത്ഥിച്ചിട്ടും ചിലർ കണ്ടില്ലേ, പ്രാർത്ഥിച്ച് ഭ്രാന്തായി പോകുമ്പോൾ ആയിട്ടുണ്ട്. എത്രമാത്രം പ്രാർത്ഥിച്ചിട്ടും അവർക്ക് അവരാഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കുന്നില്ല. കാരണം അവിടെ ചെന്ന് വന്നുകൊണ്ട് ഈ കരച്ചിലും മൂക്കുവീഴ്ചലും കരച്ചിലും കണ്ണുനീരുമാണ് അങ്ങോട്ട് കൊടുക്കുന്നത്. അത് തന്നെയാണ് തിരിച്ച് നമ്മളിലേക്കും കയറി വരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ വളരെ ഹാപ്പിയായിട്ട് സന്തോഷമായിട്ട് വേണം ചെന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട്. കാരണം നമ്മൾ കണ്ണിലൂടെയും നമ്മുടെ ചെവിയിലൂടെ കേൾക്കുകയും കണ്ണിലൂടെ കാണുകയും ചെയ്ത് എന്താണോ നമ്മൾ ഉള്ളിലേക്ക് കൊടുക്കുന്നത് അത് തന്നെ നമുക്ക് പുറത്തേക്ക് വന്ന് ആ പുറത്തത് പ്രതിഫലിപ്പിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും നമ്മൾ ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ നമ്മൾ ഹാപ്പിയായിട്ട് മാത്രമേ അത് ചെയ്യാവുള്ളൂ. നന്ദി മാത്രമേ അവിടെ ചെന്ന് പറയാവുള്ളൂ. നമ്മുടെ പരിദേവനങ്ങളും സങ്കടങ്ങളും ദുഃഖങ്ങളും വേദനകളും ഒന്നും അവിടെ ചെന്ന് പറയരുത്. ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കിയതാണ്. നമ്മൾ ജനിച്ചു വീഴുമ്പം കണ്ടിട്ടില്ലേ, ശാന്തമായിട്ടാണ് നമ്മൾ കിടക്കുന്നത്. ഒരു മനുഷ്യൻ്റെ സ്ഥായിഭാവം എന്ന് പറയുന്നത് തന്നെ പീസ്ഫുള്ളാണ്, ശാന്തിയാണ്. അപ്പം നമ്മളവിടെ പിന്നീട് നമുക്ക് ഉണ്ടായിരുന്ന നമ്മുടെ ജീവിത പ്രാരാബ്ധങ്ങൾ കൊണ്ടാണ് നമുക്ക് ഈ ദൈവം തന്നിരിക്കുന്ന സന്തോഷങ്ങളൊന്നും നമുക്ക് അനുഭവിക്കാൻ കഴിയാതെ പോകുന്നത്. ബൈബിളിൽ ഒരു വചനം പറയും കേട്ടോ, നിങ്ങൾ സന്തോഷത്തോടു കൂടി ഇരിക്കുവാൻ, നിങ്ങൾ സന്തോഷത്തോടുകൂടി ചോദിക്കുന്ന എന്തും നിങ്ങളുടെ പിതാവ് നിങ്ങൾക്ക് നൽകുമെന്ന്. അതായത് പിതാവാണെങ്കിലും ഈശ്വരനാണെങ്കിലും എല്ലാം ദൈവം എല്ലാം ഒന്നാണ്. അതൊരു ശക്തിയാണ്. നമ്മൾ പല പേരിട്ട് വിളിക്കുന്നേ ഉള്ളൂ. അപ്പം നമ്മൾ സന്തോഷത്തോടുകൂടി ചോദിച്ചാൽ ആ സന്തോഷം നമ്മുടെ യൂണിവേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ദൈവവുമായിട്ട് അലൈൻമെൻ്റ് ആകും. ആ അലൈൻമെൻ്റ് ആയി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമ്മളിലേക്ക് വന്നു ചേരും. അപ്പോൾ എല്ലാവരും ഇനി ഈ അമ്പലത്തിലോ പള്ളിയിലൊക്കെ ആണായിക്കൊള്ളട്ടെ പെണ്ണായിക്കൊള്ളട്ടെ ആരും ആയിക്കൊള്ളട്ടെ, അമ്പലത്തിലോ പള്ളിയിലൊക്കെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മൾ സന്തോഷപൂർവ്വം നമ്മുടെ ദൈവത്തോട് നന്ദി പറഞ്ഞിട്ട് പോരുക. ബാക്കിയെല്ലാം നമ്മളെ തേടിയെത്തുന്നതായിരിക്കും. അപ്പം വീണ്ടും നല്ല അറിവുകളുമായിട്ട് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം നമുക്ക്. അതിൽ എല്ലാവർക്കും നന്ദി, നമസ്കാരം.